ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടിയും അഭയസ്ഥാനത്തിനു വേണ്ടിയും മുറവിളി കൂട്ടുന്നവർ. അവർക്കെല്ലാവർക്കും ആവശ്യം സഹായത്തിൻ്റെ കിരണങ്ങളാണ്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ഒരു നേരത്തെ വിശപ്പ് മാറ്റുവാനായി കാത്തിരിക്കുന്നവരെ സഹായിക്കുവാൻ ധാരാളം സഹായഹസ്തങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവയിൽ നവജീവൻ മുൻപന്തിയിൽ നിൽക്കുന്നു. അശരണർക്കും ആലംബഹീനർക്കും അഭയം നൽകുന്നതിനായി കോട്ടയത്തെ ആർപ്പുകരയിലെ ഒരു ഭവനം. പേരുപോലെ തന്നെ ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും നവജീവൻ ഒരു പുതുജീവിതം നൽകുന്നു. നിറമങ്ങിയ ജീവിതവുമായി ഇവിടെ എത്തുന്നവർ പുതു സ്വപ്നങ്ങളും നിറങ്ങളും കണ്ടു തുടങ്ങുന്നു. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പിൻ. സ്വന്തമെന്ന് പറയുവാൻ ആരോരുമില്ലാത്തവർക്ക് പി.യു. തോമസ് നൽകിയത് പുതുജീവിതങ്ങളാണ്. നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുകളിൽ തന്നെ പല ആളുകളും വിഷമിക്കുന്നവരുണ്ട്. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഒരു നേരത്തെ ആഹാരത്തിനും മരുന്നിനൊന്നും യാതൊരു കഴിവുമില്ലാത്തവരുണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ കാണാത്ത മട്ടിൽ പോകരുത്. പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ജീവിക്കണം. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് പാവങ്ങളായ മനുഷ്യരോട് കരുണ കാണിച്ച് ജീവിക്കണം. ആ കരുണയാണ് നവജീവൻ ട്രസ്റ്റിലൂടെ അനേക ആയിരങ്ങൾക്ക് ഇന്ന് ഉപകാരമായി തീർന്നുകൊണ്ടിരിക്കുന്നത്. ഇരുന്നൂറ്റി അന്തേവാസികളാണ് ഇപ്പോൾ നവജീവനിലുള്ളത്. അനാഥരായും പോലീസും മറ്റു സംഘടനകളും തെരുവോരങ്ങളിൽ നിന്ന് എത്തിച്ചവരാണ് ഇവരിലേറെയും. കൂടാതെ രോഗം ഭേദമായി ആശുപത്രിയിൽ ഉപേക്ഷിച്ചവരെ നവജീവൻ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു. മാനസിക രോഗികളായി ഇവിടെ എത്തിയ പലരും ഇന്ന് രോഗമുക്തരായി കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നതിലും ഭക്ഷണം പാകം ചെയ്യുന്നതിലും മുഖ്യ പങ്ക് വഹിക്കുന്നു. നവജീവനിൽ പ്രധാനമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ വഴിയിൽ കൂടെ അലഞ്ഞു തിരിയുന്ന ആരോരുമില്ലാത്ത മാനസിക രോഗികളെ സംരക്ഷിക്കുക എന്നതാണ്. ഇവിടെ 220-ലധികം രോഗികളായ സഹോദരങ്ങളുണ്ട്. നമ്മുടെ സുഖം പ്രാപിച്ച രോഗികളും ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അവരവരുടെ വീട്ടിൽ എങ്ങനെയായിരിക്കുന്നോ അതേ അവസ്ഥയിൽ അവർക്ക് വളരെ സന്തോഷകരമായി കഴിയുവാനുള്ള അവസരവും നവജീവനിലുണ്ട്. ഈ സങ്കടങ്ങൾക്കിടയിലും സന്തോഷിക്കുവാൻ ഇവർ സമയം കണ്ടെത്തുന്നു. കൈക്കുമ്പുകളിലും മനസ്സിലും സ്നേഹം നിറച്ച ഇവർ പകരുന്ന സ്നേഹം നവജീവനിൽ അലയടിക്കുന്നു. മണ്ണിന്റെ മക്കൾക്കായി വിണ്ണ തീർത്തിരുവർ എത്രയോ എത്രയോ കുതിട്ടിടുന്നു. കടപ്പുറത്തൻ്റെ ഓമനെ നിലമുഖം വാടിയതെന്തിങ്ങനെ ഇങ്ങനെ. നവജീവനിലും അതുപോലെ തന്നെ കോട്ടയത്തുള്ള മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള 4 ആശുപത്രികളിലായി ദിവസേന 5000-ഓളം പാവപ്പെട്ട രോഗികൾക്ക് ഇവിടെ നിന്ന് ഭക്ഷണം തയ്യാറാക്കി നൽകുന്നു. നവജീവനിലെ അന്തേവാസികളോടൊപ്പം സമീപവാസികളും ചേർന്നാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്.
ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരെയും കുപ്പത്തൊട്ടിലിൽ വലിച്ചെറിയപ്പെട്ടവരെയും സ്വീകരിക്കുവാൻ നവജീവന്റെ വാതിലുകൾ എന്നും തുറന്നു കിടക്കുന്നു. തോമസ് ചേട്ടൻ്റെ ഈ കരങ്ങൾ അതിനായി എന്നും കാത്തിരിക്കുന്നു. ഇതുപോലെയുള്ളവരുടെ ജീവിതം ഒരുപാട് പേർക്ക് മാതൃകയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.